അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എൻ്റെ വോയിസ് പൂർണ്ണമായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും എല്ലാ അറിവുകളും പഠിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാവലും പൊരുത്തവും കരുണയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരട്ടെ. നല്ല രീതിയിൽ ജീവിക്കാൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ, പുഞ്ചിരിയോടെ, ഐശ്വര്യത്തോടെ എല്ലാവരുമായി നല്ല രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഓരോ ദിവസവും ഓരോരോ ഖുർആനിൻ്റെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോരോ ഖുർആനിനും പ്രത്യേകം പ്രതിഫലങ്ങളും പ്രത്യേകം കൂലിയും അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രത്യേക രീതിയിലുള്ള രോഗശിഫാവും പ്രത്യേക സാമ്പത്തിക നേട്ടവും അങ്ങനെ പല പല ഗുണങ്ങൾ പല പല സൂറത്തുകളുണ്ട്. ഒരു സൂറത്തിൻ്റെ ഗുണമല്ല മറ്റേ സൂറത്തിന്, മറ്റേ സൂറത്തിൻ്റെ ഗുണമല്ല മറ്റേ സൂറത്തിന്. അങ്ങനെ ഓരോരോ സൂറത്തുകൾക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളും ഗുണങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളിപ്പോൾ സൂറത്തുൽ ഹുമസ അതിൻ്റെ ഫലം വേറെ, അലം തറ അതിൻ്റെ ഫലം വേറെ, ലീലാഫി ഖുറൈഷ് അതിൻ്റെ ഫലം വേറെ. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫലമൊന്നും ഇവിടെ പറയുന്നില്ല. അതിൻ്റെ 100-ൽ ചെറിയ ഒന്നിൽ നിന്ന് ചെറിയൊരു അംശം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സാമ്പത്തിക വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളിത് ഓതിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു മാറ്റം കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നമുക്ക് ഖൈറ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഖുർആൻ മുഴുവനായിട്ട് എപ്പോഴും എല്ലാവരും ഓതുക. എന്നാൽ എല്ലാ സൂറത്തും അതിൽ ഉൾപ്പെടും. അപ്പോൾ എല്ലാ ഗുണങ്ങളും വഴിക്ക് വഴിയായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ആളുകളും ഖുർആൻ ഫുള്ളായിട്ടൊന്നും ഓതാൻ സാധിക്കില്ല, കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള ഓരോരോ സൂറത്തുകൾ വേറെ വേറെ അതിൻ്റെ സമയങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ എണ്ണങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഓതിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും. ഒന്നുമില്ലെങ്കിൽ ദുനിയാവിൽ നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ പ്രതിഫലം കിട്ടും. ദുനിയാവിലും കിട്ടട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂറത്തുൽ ഹുമസ എന്ന് പറയും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഈ ഹുമസ എന്ന് പറഞ്ഞാൽ കുത്തുവാക്ക് പറയുന്നവർ എന്നാണ്. കുത്തുവാക്ക് പറയുക. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്നൊരു കാര്യമാണ് കുത്തുവാക്ക്. അതായത് വാക്ക് കൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അത് സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് കുത്തുവാക്ക്. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ ഒരു 3-4 പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ, ഇപ്പോൾ പുതിയത് വന്നൊരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീനെ അവളുടെ എന്തെങ്കിലും പോരായ്മകളും മറ്റും കണ്ടുപിടിച്ച് അവളെ മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ കുറ്റം പറയുക, കുത്തുവാക്ക് പറയുക. അത് കേൾക്കുമ്പം എന്താണ്, അത് പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു സുഖമായിരിക്കും. ആ സമയത്ത് ആരെപ്പറ്റിയാണോ പറഞ്ഞത് അവർക്കത് വല്ലാത്ത മാനസിക വിഷമമായിരിക്കും, സങ്കടമായിരിക്കും, വേദനയായിരിക്കും. പറയുന്നവർ അപ്പം താൽക്കാലികമായി അവർ വേദനിക്കുമ്പോൾ ഇവർക്കൊരു സുഖമായിരിക്കും. ആ സുഖം പിന്നീട് അവർക്ക് വലിയ വേദനയായി പിന്നീട് ഭവിക്കും. മാത്രമല്ല, ആരെപ്പറ്റിയാണോ പറഞ്ഞത് അവരുടെ നന്മകൾ മുഴുവനും, ആ പറഞ്ഞ ആളുടെ നന്മകൾ മുഴുവനും ആരെപ്പറ്റിയാണോ പറഞ്ഞത് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നന്മകൾ വെറുതെ ഇല്ലാതാക്കുകയും പിന്നീട് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒന്നാണ് മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുക എന്നുള്ളത്. അതാണ് സൂറത്ത് ഹുമസ. അതുകൊണ്ട് ഈ കുത്തുവാക്ക് പറയൽ ദയവ് ചെയ്ത് എല്ലാവരും, ചുരുക്കി പറഞ്ഞാൽ, നമ്മളെ വീട്ടിലേക്കൊരു നമ്മളെ ആരെങ്കിലും ഒരാളൊരു മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മളെ അയൽവക്കത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു സ്ത്രീകളുടെ ഒരു ഫംഗ്ഷന് കൂടുമ്പം ചങ്ങാഴ്ചകളൊന്നായിട്ട് കൂടിയിട്ട് ഒരാളെ കുത്തുവാക്ക് പറഞ്ഞ്, അതായത് പരിഹസിക്കുക, കളിയാക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അങ്ങനെ കുത്തുവാക്ക് പറഞ്ഞാൽ
അത് വലിയ അപകടമാണ്. ഞാൻ പറയേണ്ട നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെന്താക്കുക, മാക്സിമം ഒഴിവാക്കുക. മാക്സിമം എന്നല്ല, ഫുള്ളായിട്ട് ഒഴിവാക്കുക. കാരണം ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒന്ന്, അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും പണ്ട് കാലത്ത് ഒരുപാട് ആളുകൾ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും എത്ര ആളുകൾ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടോ ആ ആളുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി കൂലി കിട്ടും നമുക്ക് ഈ സൂറത്ത് ഓതിയ ആളുകൾക്ക്. മാത്രമല്ല 10 ഇരട്ടി നന്മകളാണ് നമ്മളെക്കുറിച്ച് എഴുതുക. മാത്രമല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ജനങ്ങൾക്കിടയിൽ ഒരു വില ഉണ്ടാവും, പ്രതാപം കിട്ടും. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്ത് ഓതണം, അത് പതിവാക്കണം. എന്നാൽ ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. വിശദമായിട്ട് പറഞ്ഞാൽ വോയിസ് ഇങ്ങനെ കുറേ നീണ്ടു പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. ആരെയും വേദനിപ്പിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണ്ട. വേദനിപ്പിച്ചവരോട് നമ്മൾ സന്തോഷത്തോടെ കൂടി പോയിട്ട് അവരോട് പൊരുത്തപ്പെടിപ്പിക്കുക. എന്നാൽ നമ്മുടെ ജീവിതം നന്നാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.